നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ചിന്താഗതികളെക്കുറിച്ചാണ്. നമ്മളെപ്പോഴും വളരെ പോസിറ്റീവായി ചിന്തിക്കുകയും അങ്ങനെ പോസിറ്റീവായി പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം തന്നെ പതുക്കെ പതുക്കെ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ പറയുന്നത് മനഃശക്തിയെക്കുറിച്ചാണ്. സത്യത്തിൽ മനസ്സ് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ടോ? ഇല്ല. നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ധാരാളം പഠിച്ചിട്ടുണ്ട്. മനസ്സ് എന്ന് പറയുന്ന ഒരു ഓർഗൻ, ഫിസിക്കൽ ഓർഗൻ ഇല്ല. പക്ഷേ നമ്മുടെ ബ്രെയിനിലെ എല്ലാ കമാൻഡ്സിനെയും നമ്മളെയും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ മനസ്സ് തന്നെയാണ്, അല്ലേ? അപ്പോൾ ഈ മനസ്സെന്ന് പറയുന്നതിന് ശക്തി വളരെ വലുതാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും ഓരോ ഫ്രണ്ട്സിനെ വിളിക്കും, എനിക്കിന്നൊരു മൂഡില്ല, ഒരു മനസ്സില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? കാരണം നമ്മുടെ ഓരോ ചലനത്തെയും കൺട്രോൾ ചെയ്യുന്നത് മനസ്സാണ്. ഇപ്പോൾ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടർ. ഈ കമ്പ്യൂട്ടറിൽ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഹാർഡ്വെയറാണ്. അതിൻ്റെ മനസ്സെന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ്വെയറാണ്. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളുടെ ബ്രെയിനിൻ്റെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ അദൃശ്യനായ രൂപമില്ലാത്ത ഈ മനസ്സാണ്. അപ്പം നമ്മൾ മനസ്സിന് സ്വയം ശക്തി പകർന്നാൽ, ശക്തി ഉണ്ടായാൽ നമ്മുടെ പല പ്രോബ്ലംസും, നമ്മുടെ പല ഫ്രസ്ട്രേഷൻസും, നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയും. അതിൽ ഞാൻ പറയുന്നത്, ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല ഉപാധി മെഡിറ്റേഷനാണ്. അത് ഇന്ത്യയിലെ ഭൗതിക ആചാര്യന്മാർ, ഋഷിവര്യന്മാർ എല്ലാം പറഞ്ഞ് വളരെയധികം റിസൾട്ട് തരുന്ന ഒന്നാണ് മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ നമുക്കും ചെയ്യാം. അത് അപ്രാപ്യമല്ല. അതായത് മെഡിറ്റേഷൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഒരു ദിവസം 5 മിനിറ്റ് നീക്കി വെച്ചാൽ മതി. നമ്മളൊന്ന് ആലോചിച്ചാൽ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, യാന്ത്രികമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു, ഓഫീസിൽ പോകുന്നവർ ഓഫീസിലെ ജോലികൾ ചെയ്യുന്നു, വീട്ടിലുള്ളവർ വീട്ടിലെ ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു നിമിഷം പോലും ഇൻ്റർവെൽ ഇല്ലാതെ നമുക്ക് ഓരോ അനുഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ലതായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകുന്നു, സുഖകരമല്ലാത്ത അനുഭവങ്ങളും ഉണ്ടാകുന്നു. അത് നമ്മളിൽ വളരെ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കല്ലേ. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ ദുഃഖകരമായ അനുഭവങ്ങളെല്ലാം അടിഞ്ഞുകൂടി നമുക്ക് മനസ്സിനെ ആരെങ്കിലും ഒരാൾ വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്കും വിഷമം ഉണ്ടാകും, കേൾക്കുന്ന ആൾക്കും വിഷമം ഉണ്ടാകും, രണ്ടു കൂട്ടർക്കും വിഷമമുണ്ട്. അപ്പോൾ ഈ വിഷമം നമ്മുടെ ഉള്ളിൽ എവിടെയോ ഉണ്ട്, അതെങ്ങും പോയിട്ടില്ല. പക്ഷെ അതിൻ്റെ പുറത്തേക്ക് വീണ്ടും ഉള്ള അനുഭവങ്ങൾ വരുമ്പം ഈ ഒരു ദുഃഖകരമായ സത്യം അവിടെ തന്നെയുണ്ട്, മനസ്സിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 5 മിനിറ്റ് നമുക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കണം. എസ്പെഷ്യലി സ്ത്രീകൾ. എപ്പോഴും സ്ത്രീകളുടെ പരിഗണന എന്താണ്? കുടുംബം, മറ്റുള്ളവർക്കാണ് അവരെപ്പോഴും സമയം നീക്കി വെക്കുന്നത്, അല്ലേ? പലപ്പോഴും ഞാൻ കാണുന്നതാണ്, എല്ലാ വീട്ടിലും സ്ത്രീകൾ അവരെക്കാളും അധികം സ്നേഹിക്കുന്നത് ഫാമിലിയെ അല്ലെങ്കിൽ മറ്റുള്ളവരെയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്തും. അപ്പോൾ ആ മെൻ്റൽ ഹെൽത്ത് നേരെയാണെങ്കിലേ നമ്മൾ ഓഫീസിൽ നല്ലപോലെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ, വീട്ടിൽ നല്ലപോലെ പ്രവർത്തിക്കാൻ സാധിക്കൂ. കുട്ടികൾ ഓരോന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ ഉത്തരങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമുക്കൊരു ദേഷ്യ മനോഭാവമായിരിക്കും എല്ലാവരോടും, നമ്മൾ ഉത്തരത്തിൽ ദേഷ്യമായിരിക്കും. ചിലപ്പോൾ നമ്മളത് ഉദ്ദേശിച്ചുകൊണ്ട് പോലും ആയിരിക്കത്തില്ല. ചിലപ്പോൾ റിപ്ലൈ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മക്കളോട് ദേഷ്യപ്പെട്ടു പോകും. അപ്പോൾ അവരൊരിക്കലും അമ്മയ്ക്ക് എപ്പോഴും ദേഷ്യമുള്ളൂ, എന്താണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാനിത് അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം മെഡിറ്റേഷൻ ചെയ്യുക. ഒരു 5 മിനിറ്റ് നമ്മൾ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യം എനിക്ക് 1 സെക്കൻഡ് പോലും മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. കാരണം എനിക്കൊരു കോൺസെൻട്രേഷൻ അതിലേക്ക് വരാൻ സാധിച്ചിരുന്നില്ല. എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ഒരു പോയിന്റിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ വേറെ ഒരു ചിന്തയും നമ്മുടെ ഉള്ളിലേക്ക് വരാൻ പാടില്ല. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അറിയാം, അത് വളരെ പ്രയാസമാണ്. നമ്മൾ അങ്ങനെ ഇരിക്കുക, നമ്മുടെ ഒരുപാട് ചിന്തകൾ നമുക്ക് വരും. അങ്ങനെ വരാൻ പാടില്ല. ആദ്യം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങളത് മാക്സിമം ട്രൈ ചെയ്യുക. നമ്മളെക്കൊണ്ട് പറ്റാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല. അപ്പം നിങ്ങൾ പതുക്കെ ആദ്യം 1 സെക്കൻഡ് ചെയ്യുക, പിന്നെ പിറ്റേ ദിവസം 2 ആക്കുക, 3, അങ്ങനെ നിങ്ങൾ 1 മിനിറ്റ് ആക്കുക, 2 മിനിറ്റ് ആക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഗ്രാജുവലി വിത്തിൻ 6 മന്ത്സ് നിങ്ങൾക്കൊരു 5 to 10 minutes
മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ആ ഒരു കഴിവ് ലഭിക്കും. അപ്പോൾ അങ്ങനെ നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുക. ആ മെഡിറ്റേഷനിലൂടെ നമ്മൾ ആർക്കെങ്കിലും നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഒരു വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി പറയുക, പ്ലീസ് ഫർഗീവ് മീ പറയുക, മനസ്സുകൊണ്ട് പറയുക. പറഞ്ഞിട്ട് നമ്മളൊന്ന് ഉറങ്ങാൻ പോയിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ആ ട്രോമ, കാരണം നമ്മുടെ എല്ലാ ഉള്ളിൽ നമ്മൾ ജനിച്ച അന്ന് മുതൽ, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയായ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ദുഃഖകരമായ സത്യങ്ങൾ, അല്ലെങ്കിൽ ദുഃഖകരമായ കുറേ അനുഭവങ്ങൾ ഒരു മനുഷ്യനും ഇല്ലാതില്ല, എല്ലാവർക്കും ഉണ്ട്. നമ്മളെ ചിലപ്പോൾ പേരൻസ് വഴക്ക് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് വഴക്ക് പറയുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് വഴക്ക്. അപ്പോൾ പല പല അനുഭവങ്ങൾ നമ്മൾക്കുള്ളത് കൊണ്ട് ഈ ട്രോമകൾ കളയാൻ ഏറ്റവും നല്ല മാർഗം മെഡിറ്റേഷനാണ്. നമ്മുടെ ശരീരത്തിൽ, നമ്മൾ ഒരു ദിവസം ഉറങ്ങാൻ പോകുന്ന രാവിലെ എഴുന്നേൽക്കുമ്പം ശരീരത്തിലുണ്ടാകുന്ന മാലിന്യങ്ങൾ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ടല്ലേ, അതുപോലെ തന്നെയാണ് മനസ്സിലുണ്ടാകുന്ന പല ട്രോമകളും നമ്മൾ മെഡിറ്റേഷനിലൂടെ നമുക്ക് റിമൂവ് ചെയ്താൽ പകുതി അസുഖങ്ങൾ നമ്മൾക്ക് മാറിക്കിട്ടും. അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും മിനിമം ഇന്ന് മുതലെങ്കിലും 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാനായി സമയം കണ്ടെത്തുക. അങ്ങനെ സമയം കണ്ടെത്തിയാൽ നിങ്ങൾക്ക്, അപ്പം ആദ്യം നമ്മുടെ ചിന്താഗതി നമ്മൾ മാറ്റുന്നു, രണ്ടാമത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുന്നു. അപ്പം മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് ഭയങ്കര, പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ വളരെ എനർജറ്റിക്കായിട്ടും നമുക്ക് ഭയങ്കര ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ വരും, നമുക്കൊരു പുഞ്ചിരി വരും. ഏതൊക്കെ നെഗറ്റീവ് ആൾക്കാർ പറഞ്ഞാലും, ആരൊക്കെ നമ്മളെ എന്ത് പറഞ്ഞാലും, നമ്മൾ ചെയ്യുന്ന പാത ശരിയാണെന്ന് നമുക്ക് ബോധ്യമുള്ളിടത്തോളം കാലം നമുക്ക് വളരെ സന്തോഷവും, നമുക്ക് എന്തൊക്കെയോ ചെയ്യണം, എന്തൊക്കെയാണോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ. അതുപോലെ ഞാൻ ഒരു കാര്യം പറയാം, നമുക്കെല്ലാവർക്കും ഒരു നല്ല സ്വപ്നം ഉണ്ടായിരിക്കണം, ഒരു ഡ്രീം ഉണ്ടായിരിക്കണം, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ലക്ഷ്യബോധം ഉള്ളവൻ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ഒട്ടും വൈകാതെ തന്നെ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്ത് ഫൊർഗീവ്നെസ് പറഞ്ഞ് സോറി പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഉറങ്ങാൻ പോകൂ. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നെ അറിയിക്കും. താങ്ക് യു സോ മച്ച്. അപ്പം നാളെ നമുക്ക് മറ്റൊരു വിഷയമായി കാണാം. താങ്ക് യു. ബൈ ബൈ.